ദുഃഖവെള്ളി ദിനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ സൂചിപ്പിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷർ. രാജ്യത്ത് ക്രൈസ്തവ മിഷണറിമാർ നിരന്തരം ആക്രമിക്കപ്പെടുന്നുവെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ചേനേറ്റോ. ആക്രമണത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും വിമർശനം. ക്രൈസ്തവരെയും മിഷണറിമാരെയും ആക്രമിക്കുന്നതിനു പിന്നിൽ ഗൂഢമായ സ്വാർത്ഥ താൽപര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഭൂരിപക്ഷ ധാർഷ്ട്യം കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ അവകാശം ഇല്ലാതാക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കാം എന്ന് ചിന്തിക്കുക. അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ വിധി നടപ്പിലാക്കുന്നത്, അധികാരം ഉയർത്തുന്നത് ഒടുങ്ങാത്ത പകയുടെ വഴികളാണ്. ഈ രാജ്യത്ത് ഇനിയും സുവിശേഷം പ്രസംഗിക്കുമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. സഹനങ്ങൾക്ക് മുന്നിൽ തളരാതെയാണ് സഭ ശക്തിയാർജിച്ചത്. സഹനങ്ങളുടെ മുമ്പിൽ തളരാത്ത ഒരു റോമൻ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ ശക്തിയോടുകൂടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഈ ഭാരതത്തിൽ ഇനിയും നമ്മൾ സുവിശേഷം പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനേക്കാൾ ഭീകരമാണ് ക്രിസ്ത്യൻ ലോ ബോർഡിലെ ചട്ടങ്ങളെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി 24-നോട് പറഞ്ഞു. 24-ന്റെ ബാറ്റിൽ ഗ്രൗണ്ടിലായിരുന്നു പ്രതികരണം. ഇത് വരാൻ പോകുന്നത് ക്രിസ്ത്യൻ ലോ ബോർഡാണ്. പക്ഷേ ക്രിസ്ത്യൻ അതൊരു വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ വെൽഫെയർ ലോ എന്ന് പറഞ്ഞ അത് ഇപ്പോൾ പടിപ്പുരയിലാണ്. അതിൻ്റെ ചട്ടങ്ങളായി കഴിഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് വൈദികർക്ക് പോലും ഹോണറേറിയം കൊടുത്തുകൊണ്ട് സഭയ്ക്ക് സഭയുടേതായ കാനൺ ലോ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മറികടക്കാനായിട്ട് ഇത് പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള. FCRA പ്രതിഷേധങ്ങൾക്കിടെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. മന്ത്രി സഭാ നേതാക്കളെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.